വീഡിയോ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിന് പുറത്ത് ഓൺലൈനിലൂടെ എത്രത്തോളം കസ്റ്റമറെ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ് നിങ്ങളതിൽ പരിചയപ്പെടുത്തുന്നത്. നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ബിസിനസ് ആയാലും സർവീസ് ആയാലും ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ എല്ലാം നമുക്കറിയാം, ഏറ്റവും കൂടുതൽ ആളുകൾ കയ്യിലും 99% നമ്മുടെ കയ്യിലുള്ളത് ഈ സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഏതൊരാളും ഏതൊരാവശ്യം ഉണ്ടെങ്കിലും ഒരു കോൺടാക്ട് നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ, അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഫോൺ അത്ര ഉപയോഗിക്കാൻ അറിയുന്നില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾ ആരുടെങ്കിലും ഒരു നമ്പർ ചോദിച്ചാൽ അവർ എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ എടുത്തിട്ട് അതിൽ സെർച്ച് ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ നമ്പർ പറഞ്ഞു തരുന്നത്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഇതുവരെ ഗൂഗിൾ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് നമുക്ക് ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് നമ്പറൊക്കെ വിസിബിലിറ്റി ചെയ്തുകൊണ്ട് തന്നെ ഏത് നാട്ടിലത്തെ ആളുകളും നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് സർവീസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ കസ്റ്റമർക്ക് കിട്ടുന്ന രീതിയിലേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇന്ന് ഞാനിവിടെ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇത് കണ്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ ചെയ്യുന്ന സർവീസ് എന്ന് എഴുതിയിട്ട് നിങ്ങൾ നിയർ മീ, ഇപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ ഹോസ്റ്റൽ നിയർ മീ, റെസ്റ്റോറൻ്റ് ആണെങ്കിൽ റെസ്റ്റോറൻറ്റ് നിയർ മീ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നിങ്ങൾ അടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ പേര് ലിസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. അതുപോലെ നിങ്ങളോട് പറയുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത്. ഒരുപാട് സർവീസുകൾ നമ്മളിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പല സർവീസ് ആഡ് ചെയ്യാത്തതുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഗൂഗിൾ ലിസ്റ്റ് ചെയ്താൽ നിങ്ങളുടെ പ്രൊഫൈൽ അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്രസ്സ് ഗൂഗിൾ വിസിബിലിറ്റി ആയിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഈ നമ്പറിൽ വിളിക്കാവുന്നതാണ്. എല്ലാ ഡീറ്റെയിൽസും നമ്മൾ പറഞ്ഞു തരും. അതുപോലെ ചെയ്താൽ നിങ്ങളുടെ ബിസിനസ്സിനും ഗൂഗിൾ ഒരു അഡ്രസ്സ് കിട്ടുക നിങ്ങളുടെ ബിസിനസ് നിലവിലുള്ളതിനേക്കാളും കൂടുതൽ കസ്റ്റമർ നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സർവീസ് ലഭിക്കുന്നതിന് ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ആദ്യം നിങ്ങൾക്ക് ഞാൻ പറയുന്നു, ഇപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഞാൻ കൊച്ചിയാണ് ലൊക്കേഷൻ മെയിനായിട്ട് വെക്കുന്നത്. കൊച്ചിയിലെ ഓരോ സ്ഥലങ്ങളാണ് ഞാൻ മെയിനായിട്ട് ഇതിൽ കൊടുക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാ ജില്ലകളിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കൊച്ചി, ട്രിവാൻഡ്രം, കാലിക്കറ്റ് ഈ ഏരിയയിലെ സ്ഥലപ്പേര് വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളും ചെയ്യാം കേട്ടോ. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയാം, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. ഇപ്പോൾ ഒരാൾക്ക് ഒരു ഹോസ്റ്റൽ വേണം, ഒരു ലേഡീസ് ഹോസ്റ്റലോ ജെൻസ് ഹോസ്റ്റലോ വേണം. എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുന്നു കോഴിക്കോട് ഒരു ലേഡീസ് ഹോസ്റ്റൽ വേണം. അപ്പോൾ നമ്മൾ ആദ്യം അടിക്കുന്നത് LADIES ലേഡീസ് ഹോസ്റ്റൽ കാലിക്കറ്റ്. ഇങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ ഇത് കണ്ടല്ലോ. അപ്പോൾ കാലിക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഹോസ്റ്റലിൻ്റെ പേരാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാലിക്കറ്റിൽ നമ്മൾ ഗൂഗിൾ ലിസ്റ്റ് ചെയ്താണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ ലേഡീസ് ഹോസ്റ്റൽ വേണമെന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇതുപോലെയാണ് അവരുടെ ഫോണിൽ വിസിബിലിറ്റി വരിക. അപ്പോൾ ഈ കോൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നേരെ കോൾ ആർക്ക് ചെല്ലും? ഈ ഹോസ്റ്റലിൻ്റെ ഓണർക്ക് ചെല്ലുന്നു. അവർക്കത് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും അവർ നല്ലപോലെ സംസാരിച്ച് അതുപോലെ അവരുടെ ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുത്ത ഫോട്ടോ ഒക്കെ അയച്ച് ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ കറക്റ്റ് ആ ഹോസ്റ്റലിലേക്ക് എത്താൻ പറ്റും കേട്ടോ. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ വഴി പറഞ്ഞു കൊടുക്കൊന്നും വേണം. ഇപ്പോൾ കാറിലോ ബസ്സിലോ അല്ലെങ്കിൽ ബൈക്കിലൊക്കെ വരുന്ന ലൊക്കേഷൻ്റെ കറക്റ്റ് ആ ഹോസ്റ്റലിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അതുപോലെ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത്, ഇപ്പോൾ ലേഡീസ് ഹോസ്റ്റൽ കാലിക്കറ്റ് എന്ന് അടിച്ചത്. ഇനി നമ്മൾ അടിക്കാൻ പോകുന്നത് ബോയ്സ് ഹോസ്റ്റൽ. എല്ലാവർക്കും അറിയാം, എറണാകുളം എടപ്പള്ളി ലുലുമാളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും അറിയുന്നൊരു സ്ഥലമായിരിക്കും അല്ലേ. അപ്പോൾ ഞാൻ പറയാം എടപ്പള്ളി ബോയ്സ് ഹോസ്റ്റൽ എടപ്പള്ളി എന്നാണ് നമ്മൾ ഇനി സെർച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ എറണാകുളം എടപ്പള്ളി സൈഡിലുള്ള ബോയ്സ് ഹോസ്റ്റലാണ് ഇപ്പം നിങ്ങളിവിടെ കാണുന്നത്. ഇത് കണ്ടല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാവും ചിലപ്പോൾ അറിയാത്താവും. ന്യൂ ഫ്രണ്ട്സ്, അതുപോലെ ചെറിയാൻ, കുറുപ്പ്, ആദി ഹോസ്റ്റൽ, ഇതൊക്കെ എടപ്പള്ളി ഭാഗത്തുള്ള ഹോസ്റ്റൽസ് ആണ്. അത് എടപ്പള്ളി അല്ലെങ്കിൽ നമുക്കിനി വേറെ ഇപ്പോൾ കൊച്ചിയിൽ എവിടെ വേണം, ഇപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ അടിക്കാം. ഇപ്പോൾ നമുക്ക് ബോയ്സ് ഹോസ്റ്റൽ എടപ്പള്ളി ഒഴിവാക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ എന്താക്കാം, അപ്പോൾ നമുക്ക് ഈ ബോയ്സ് ഹോസ്റ്റൽ കാക്കനാട്, ബോയ്സ് ഹോസ്റ്റൽ കാക്കനാട് നടിച്ചാൽ ഇതാണ് കാക്കനാടിലെ ഹോസ്റ്റൽ. ക്രൈസ്റ്റൽ, റോസ്, പിന്നെ ഓർക്കിഡ്, ഇതേപോലെ ഒരുപാട് ഹോസ്റ്റലിൻ്റെ പേര് ലൊക്കേഷൻ എല്ലാം നമുക്ക് കാണിക്കുക. രാജീവ് ആർക്കിഡ് ജെൻസ് ഹോസ്റ്റൽ. ഇപ്പോൾ ഈ ഒരു ഹോസ്റ്റലിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ കൊടുക്കുക. ഈ ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ഇത്രയും കിലോമീറ്റർ, ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത്രയും കിലോമീറ്റർ അങ്ങോട്ടുണ്ട്, 162 കിലോമീറ്റർ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയ ഇവിടെ വെച്ചിട്ട് കാക്കനാട്, ഇപ്പോൾ
കാക്കനാട് ആ ഹോസ്റ്റലിലേക്ക് എത്ര കിലോമീറ്റർ ഉണ്ട് എന്നുള്ളത്. കാക്കനാട് ബസ് സ്റ്റാൻഡിൽ നിന്ന് വെറും 3,900 വെച്ചാൽ 4 കിലോമീറ്റർ ആണ് ഈ ഹോസ്റ്റലിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ ഇപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഏതെങ്കിലും ഒരാൾക്ക് ജോലിയൊക്കെ അത്യാവശ്യമുള്ളവരാണ്, അവർ അടുത്തുള്ള ഹോസ്റ്റലിന്റെ കിലോമീറ്റർ ഒക്കെ നോക്കിയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ഇതുപോലെ നമ്മളെ ഹോസ്റ്റലിൽ ലിസ്റ്റ് ചെയ്താൽ അവർ ഏതൊരാൾ വിളിക്കുമ്പോൾ അവരിപ്പോൾ ട്രിവാൻഡ്രത്തായാലും കൊല്ലത്തായാലും കോട്ടയത്തായാലും വയനാടായാലും അവരിങ്ങനെ നോക്കും. ഇപ്പൊ ഞാൻ MG റോഡിലാണ് വർക്ക് ചെയ്യുന്നത്, അപ്പൊ ഞാൻ പാലാരോട്ടാണെങ്കിൽ പാലാരോട്ട് ടു MG റോഡ് എത്ര കിലോമീറ്റർ ഡയറക്ഷനിൽ അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അവർ അടുത്തുള്ള ഹോസ്റ്റലിൽ നോക്കിയിട്ടായിരിക്കും നമ്മൾ ഹോസ്റ്റലിലേക്ക് വരുന്നത്. ഓക്കെ, ഹോസ്റ്റൽ മാത്രമല്ല, ഇപ്പൊ ഹോസ്റ്റലിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ഹോസ്റ്റലായാലും ലേഡീസ് ആയാലും ജെൻസ് ആയാലും ഏത് ഹോസ്റ്റലായാലും നമുക്ക് ഇതുപോലെ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് വരുന്ന കസ്റ്റമർ വീണ്ടും നിങ്ങൾക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഇതുപോലൊരു ലിസ്റ്റ് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു പ്രൊഫൈൽ അത്യാവശ്യമാണ്. ഹോസ്റ്റൽ എന്നല്ല കേട്ടോ, ഏതൊരു ബിസിനസ്സിനും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്നത്തെ കാലത്ത് ടെക്നോളജികളൊക്കെ മാറി, പല മെത്തേഡ് ഉപയോഗിക്കുന്ന OLX അങ്ങനെ ക്വിക്കർ അല്ലെങ്കിൽ ഡബിൾ ഡേക്കർ പല സൈറ്റുകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ നിങ്ങൾ യൂസ് ചെയ്ത്, പിന്നെ അതുപോലെ ജസ്റ്റ് ഡയൽ കൊടുത്ത് മാസം മാസം പേയ്മെന്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഏതുവരെ നിങ്ങൾ ചെയ്തു അതിൻ്റെ കൂടെ ഇതും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലാഭം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ, ലൈഫ് ലോങ് ഒരു വട്ടം നിങ്ങൾ നമ്മളെ ലിസ്റ്റ് ചെയ്ത ലൈഫ് ലോങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ബിസിനസ് ഗൂഗിളിൽ വിസിബിലിറ്റി വരും. ഇത് കൊച്ചിയിൽ മാത്രമല്ല, ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ, തമിഴ്നാട് ആയിക്കോട്ടെ, കർണാടക, എവിടെ വേണം നമുക്ക് ഈ ഒരു പ്രൊഫൈൽ ഇതുപോലെ ചെയ്യാവുന്നതാണ്. എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടി മാത്രമാണ് കോഴിക്കോട് എറണാകുളം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ട്രിവാൻഡ്രത്തായാലും നമുക്ക് ഏത് ജില്ലയിൽ, കോട്ടയത്തോ കൊല്ലത്തോ ആലപ്പുഴയിലോ ഇടുക്കിയിലോ എവിടെ വേണം നമുക്ക് ഇങ്ങനത്തെ ബിസിനസ് നമുക്ക് ഗൂഗിളിൽ കേരളത്തിൽ എവിടെയും തമിഴ്നാട് കർണാടക ആയാലും കുഴപ്പമില്ല, എവിടെ വേണം നമുക്ക് ലിസ്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി അടുത്തൊരു കാറ്റഗറി. ഇനിയിപ്പോൾ നമുക്ക് നല്ലൊരു ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മളെല്ലാവരും എന്താ ചെയ്യുക, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നേരെ എന്താ അടിക്കുക, റെസ്റ്റോറൻറ്റ് നിയർ മീ എന്നാണ് അടിക്കുക അല്ലേ, RES റെസ്റ്റോറൻറ്റ് നിയർ മീ. ഇതുപോലെ ഒരുപാട് ഫോട്ടോസ്, ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ കാണിക്കും. ഇപ്പം നല്ല ഫുഡ് കിട്ടണം, അപ്പം നമുക്കറിയില്ല, ഇപ്പം നമ്മൾ അറിയാത്ത സ്ഥലത്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരെ ഇതാണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നേരെ ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് അത് എടുക്കുക. പല ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്കിതിൽ കാണിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുമ്പോൾ നേരെ റിവ്യൂ എടുക്കുക. റിവ്യൂ എടുക്കുമ്പോൾ ഇതിലിങ്ങനെ നോക്കുക, നല്ല ഫുഡ് ഏതാ നോക്കുക. ഓൺ ദി റെസ്റ്റോറൻറ്റ് കരുവാരക്കുണ്ട്, നല്ല ഫുഡാണ്, മന്തി, അങ്ങനെ നല്ല കമൻറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ കമൻറ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ആ ലൊക്കേഷൻ നോക്കിയിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകും. ഇനിയിപ്പോൾ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പറിൽ വിളിച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ റെസ്റ്റോറൻറ്റിൻ്റെ പരസ്യം നമുക്ക് കൊടുക്കാൻ സാധിക്കും. റെസ്റ്റോറൻ്റ് അല്ല, ഏത് ബിസിനസ്സും നമുക്ക് കൊടുക്കാൻ സാധിക്കും കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊന്നും വേണ്ട, ഇപ്പോൾ നമ്മളൊക്കെ എല്ലാവരും ഹെൽത്തി ബ്യൂട്ടി ഒക്കെ നോക്കുന്ന ആളുകളാണ്. അപ്പോൾ ഒരു ബ്യൂട്ടി പാർലർ വേണം. ഇപ്പോൾ ഒരു ജെൻസ് ആയാലും അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിലും ജെൻസ് ബോയ്സ് ആണെങ്കിലും ഒക്കെ നമ്മൾ ബ്യൂട്ടി പാർലർ സെർച്ച് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ബ്യൂട്ടി പാർലർ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അടുത്ത് ബ്യൂട്ടി പാർലർ പെരിന്തൽമണ്ണ എന്ന് കൊടുത്ത് നോക്കാം. ഇത് മലപ്പുറം ജില്ലയുടെ സ്ഥലമാണ് പെരിന്തൽമണ്ണ. അപ്പോൾ ഇതുണ്ടോ ബ്യൂട്ടി ഒരുപാട് ബ്യൂട്ടി പാർലർ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അൽഹിയ, അതുപോലെ ഡിസാർട്ട് ഹെയർ, ആർട്ടിസ്റ്റ് ഹെയർ, ഇത് ഒരുപാട് ബ്യൂട്ടി പാർലർ ഇതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അറിയാത്തൊരു സ്ഥലത്ത് ഒരു ബ്യൂട്ടി പാർലർ നമുക്ക് അറിയില്ല, അത് എവിടെ സ്ഥാപനം ഇരിക്കുന്നു നമുക്ക് അറിയില്ല. അപ്പോൾ നമുക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. അപ്പോൾ അതും ചില ആളുകൾ എന്ത് ചെയ്യും, നേരെ അത് ഓപ്പൺ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂസ് എടുത്ത് നോക്കും. ഇങ്ങനെ റിവ്യൂസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ആ റിവ്യൂസ് നോക്കുക, നല്ല റിവ്യൂസ് ആയിരിക്കും. നല്ല റിവ്യൂസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ കുഴപ്പമില്ല അവിടെ പോയിട്ട് നോക്കാൻ വിചാരിക്കും. അപ്പോൾ നമ്മളൊരു ബ്യൂട്ടി നിങ്ങൾ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ബ്യൂട്ടി പാർലർ നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ബ്യൂട്ടി പാർലർ ലിസ്റ്റ് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് എന്തുവാണ്, ട്രിവാൻഡ്രത്ത് നമുക്കൊരു ടാക്സി സർവീസ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു കാർ വേണം നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, നേരെ നമ്മൾ ടാക്സി ടാക്സി സർവീസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കരമന നൽകാം. ട്രിവാൻഡ്രത്ത് കരമന അല്ല പൂജപ്പുര, എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണ്. പൂജപ്പുര ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ അവിടെ അല്ല കുറേ ടാക്സി സർവീസിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്.
അപ്പോൾ നമുക്ക് ആരെ വേണ്ടത് ഈ കോൾ ബട്ടൺ പ്രസ് നേരെ ഒരു ടാക്സി സർവീസ് ആണെങ്കിൽ അവരിലേക്ക് വിളിക്കും. നമുക്കൊരു വാഹനം വേണം, ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് എറണാകുളം പോകാനാണ്, കോഴിക്കോട് പോകാനാണ്, കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് കുറേ ആളുകളുണ്ട് കേട്ടോ, അതിൽ കുറേ ആൾക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വിളിച്ചിട്ട് നമുക്ക് നല്ല വാഹനം ഏതാണോ, നല്ല സേഫ് വാഹനം ഏതാണോ, ഇപ്പോൾ റെൻ്റലായാലും ശരി, ടാക്സി വിളിക്കാനായാലും ശരി, അവരോട് അവരെ കാര്യം ചോദിക്കാം, നമ്മളെ റെൻറ്റ് ചോദിക്കാം. ഒരു 3-4 ആൾക്കാരൊക്കെ നമ്മൾ വിളിക്കും, ആരാണോ നല്ല രീതിയിൽ ഡീൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരാണോ മറ്റേ റെൻറ്റ് കുറയ്ക്കുന്നു. ചില ആളുകൾ അങ്ങനെ ആയിരിക്കും അവിടേക്ക് പോകുന്നുണ്ടാവും. അപ്പോൾ അപ്പോൾ നമുക്ക് അവരുടെ നമ്പർ കിട്ടി. അപ്പോൾ നിങ്ങൾ ടാക്സി സർവീസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ലിസ്റ്റ് ചെയ്തില്ല, നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ ബിസിനസ് എന്ത് ചെയ്യാൻ മതി, ഗ്രോത്ത് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പോൾ നമുക്കൊരു വിസ അടിക്കണം, വിസ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. ചിലപ്പോൾ നമ്മൾ അറിയാത്തൊരു സ്ഥലത്ത് ജില്ലയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എക്സാമ്പിൾ പറയാം, നമ്മളിപ്പോൾ ഏകദേശം ഒരു പാലക്കാടാണ്, തൃശ്ശൂരാണ് ഇരിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ നമ്മളിപ്പോൾ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഓൺലൈനിലൊക്കെ ചിലപ്പോൾ നോക്കും. പിന്നെ നമുക്ക് ചിലപ്പോൾ ട്രാവൽസ് പോകേണ്ട ആവശ്യമുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ട്രാവൽസ് തൃശ്ശൂർ ആണോ. അപ്പോൾ അവിടെ ഉള്ള ട്രാവൽസിൻ്റെ പേരാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ട്രാവൽസിൻ്റെ പേര് ഡീറ്റെയിൽസ് ഒക്കെ കാണിക്കും. അപ്പോൾ ഇതുപോലെ നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഫൈലും നമ്മൾ ഏത് ബിസിനസ്, നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ് ആയാലും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. പിന്നെ ഞാൻ കുറച്ച് ഞാനിപ്പോൾ ഇത് പറയുന്നില്ല, ഇനി ഞാൻ കുറച്ച് ഡീറ്റെയിൽസ് ഇങ്ങനെ അടിച്ച് കാണിച്ചിട്ട് അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന എല്ലാ ബിസിനസ്സിനും നമുക്ക് ഗൂഗിൾ ലിസ്റ്റ് ചെയ്താൽ നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ബിസിനസ് ഇപ്പം നിലവിൽ വരുന്ന കസ്റ്റമറിലേറെ ഏറ്റവും കൂടുതൽ ആളുകൾ, ഇപ്പം നിങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകൾ മൊബൈലാണ് സെർച്ച് ചെയ്യുന്നത്. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. നിങ്ങളായാലും ശരി, ഇത് സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാൾ, ഏത് കാര്യം ആൾക്കാർ നമ്പർ കിട്ടാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. നിങ്ങളെ ബിസിനസ് ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് നിങ്ങളെ നമ്പറും ഈ സെർച്ച് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് കിട്ടുന്നുള്ള 100-110% ഉറപ്പാണ് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിളിക്കേണ്ടത് തന്നെയാണ് കേട്ടോ. എൻ്റെ ഈ നമ്പറിൽ വിളിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നിങ്ങൾക്ക് ആ ഒരു പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് കുറച്ചും കൂടി എന്ത് ചെയ്താൽ മതി, ഗ്രോത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ചെന്ന് എന്താ പറയുക, ഒരു കാർ കൊണ്ട് പോവാണ്, പെട്ടെന്ന് കാർ ബ്രേക്ക് ഡൗൺ ആയി, നമുക്ക് അവിടുത്തെ ആരും പരിചയമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അപ്പോൾ നേരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗൂഗിൾ എടുക്കും. ഗൂഗിൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നേരെ പോയിട്ട് കാർ വർക്ക്ഷോപ്പ്, കോട്ടയം പാല. അപ്പോൾ കോട്ടയം പാലയിലുള്ള വർക്ക്ഷോപ്പുകാരെ നമ്പറാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളപ്പോൾ ഈ നമ്പറിൽ വിളിക്കുക. ചിലവർ അവിടെ ഉണ്ടാവില്ല, ചിലപ്പോൾ അവർക്ക് വരാൻ പറ്റില്ല പറയും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് എത്ര ആളെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ നിങ്ങളൊരു വർക്ക്ഷോപ്പുകാരനാണ്, നിങ്ങളുടെ നമ്പർ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് ബിസിനസ് ഒന്നും കൂടി നമുക്ക് ഗ്രോത്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ നമ്മൾ വയനാട് പോവാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വയനാട് പോകണം. അപ്പോൾ നമുക്ക് താമസിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഗൂഗിളിൽ എടുക്കുക. ഹോട്ടലൊക്കെ ഭയങ്കര റേറ്റ് ആയിരിക്കും. അത് നമ്മളൊരു ഹോം സ്റ്റേ എന്ന് എടുക്കുക. ഹോം സ്റ്റേ വയനാട് ഇതടിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ ഒരുപാട് ഹോം സ്റ്റേയുടെ നമ്പർ, ഡീറ്റെയിൽസ് എല്ലാം അവിടെ കിട്ടും. മനസ്സിലായല്ലോ. ഇതേപോലെ നമുക്ക് ഹോം സ്റ്റേയുടെ ഇത് കിട്ടും. ഇനിയിപ്പോൾ അതുപോലെ നിങ്ങളൊരു AC സർവീസ് ചെയ്യുന്ന ഒരാളാണ്, ട്രിവാൻഡ്രാണ്, നമ്മളിപ്പോൾ ഒരു ശ്രീകാര്യത്ത് നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫ്ലാറ്റിൽ AC കംപ്ലൈൻ്റ് ആയി. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, നമുക്കറിയില്ല ഇത് എവിടെയാണ് സർവീസ് എന്താ കിട്ടുന്നത്. നമ്മൾ ആദ്യം സെർച്ച് ചെയ്യുന്നത് എവിടെയാണ്, ഗൂഗിളിലായിരിക്കും. അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെ വെച്ചാൽ AC സർവീസ് ശ്രീകാര്യം. ഇപ്പോൾ നമുക്ക് ട്രിവാൻഡ്രത്ത് ശ്രീകാര്യത്തിലെ ഒരുപാട് AC സർവീസിൻ്റെ നമ്പർ വന്നിട്ടുണ്ട് കേട്ടോ. മനസ്സിലായല്ലേ. അപ്പോൾ ഇതേപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആരെ വേണമെങ്കിൽ വിളിക്കാം. ചിലർ പെട്ടെന്ന് വരില്ല, ചിലർ 2 മണിക്കൂർ 3 മണിക്കൂർ, ചിലർ പെട്ടെന്ന് സാർ പറയുക അഡ്രസ്സ് ആക്കി ഒരു അരമണിക്കൂർ കൊണ്ട് എത്താമെന്ന് പറയും. അപ്പോൾ അങ്ങനെ അരമണിക്കൂർ കൊണ്ട് എത്തുന്ന ആൾക്കാരായിരിക്കും. ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആരാണ് പെട്ടെന്ന് നമ്മുടെ അടുത്ത് എത്തുക എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ AC സർവീസ് ചെയ്യുന്ന നമ്പർ കിട്ടാനും ഇതന്നെ ചെയ്താൽ മതി. അതുപോലെ തന്നെ പിന്നെ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ ഇരിക്കുന്നത് കണ്ണൂരാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, വാഷിംഗ് മെഷീൻ്റെ ഒരു സർവീസ് വേണം. അപ്പോൾ നമ്മൾ വാഷിംഗ് മെഷീൻ സർവീസ് സെന്റർ കണ്ണൂർ. ഇപ്പോൾ കണ്ണൂരിലെ വാഷിംഗ് മെഷീൻ സർവീസ് സെൻ്ററിൻ്റെ നമ്പറുകളാണ് ഇരിക്കുന്നത്. ഓരോ കമ്പനിയുടെ പേര് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇത് ഞാൻ എക്സാമ്പിൾ പറയാട്ടോ, ഓരോ ജില്ലയായിട്ട്. ഇത് എല്ലാ ജില്ലകളിലും നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്, ഒരു ജില്ല മാത്രമല്ല. ഞാനിതിങ്ങനെ പറഞ്ഞു കൊണ്ടുവരുന്നേ ഉള്ളൂ. അപ്പോൾ ഏത് ജില്ലയിലും ഏത് പഞ്ചായത്തിലും ഏത് വാർഡിലും വേണേൽ നമുക്ക് ഇത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ വാഷിംഗ് മെഷീൻ സർവീസ് ചെയ്യുന്ന നിങ്ങൾ ഒരു ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സും ഇത് ഗ്രോത്ത് ചെയ്യുക. നിങ്ങൾ ഒരിക്കലും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടെങ്കിൽ ഫുള്ളായിട്ട് കാണാം. നിങ്ങളിപ്പോൾ നിങ്ങൾ ഇതിൽ പറയാത്ത സർവീസ് ആയാലും നമുക്ക് ചെയ്യാട്ടെ. ഏത് സർവീസാണ്, നിങ്ങളൊരു കൂലിപ്പണിക്കാരനായാലും ചെയ്യാം, നിങ്ങളൊരു ഇലക്ട്രീഷ്യൻ ആയാലും ചെയ്യാം, എന്ത് ബിസിനസ്സും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു പെട്രോൾ പമ്പ് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് സെർച്ച് ചെയ്താലേ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങളൊരു വിദ്യാഭ്യാസ സ്ഥാപനം, ഇപ്പോൾ നിങ്ങളെ മക്കളൊക്കെ പഠിക്കുകയാണ് നമുക്ക് എന്ത് വേണം,
ഒരു അഡ്മിഷൻ ഗൈഡൻസിൻ്റെ നമ്പർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ വേഗം ഗൂഗിൾ എടുക്കുക. ഇപ്പോൾ പിള്ളേർക്കൊക്കെ അറിയാം. അപ്പോൾ നമുക്ക് അടുത്തൊരു എഡ്യൂക്കേഷൻ, ഇപ്പോൾ ഒരു കൊച്ചിയിലെ ഒരു അഡ്മിഷൻ സെൻ്റർ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നമുക്ക് കടവന്ത്ര അടിക്കാം. കടവന്ത്ര എന്താ അവിടെ ഉള്ള കുറച്ച് കൺസൾട്ടൻസിയാണിത്. ഗ്ലോബൽ സ്റ്റൈലിംഗ് കൺസൾട്ടൻസി. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് വിദേശ രാജ്യങ്ങളിലേക്ക് പഠിക്കാൻ പോകണമെങ്കിലൊക്കെ നമുക്ക് എന്തായാലും ഒരു കൺസൾട്ടൻസീൻ്റെ എന്തായാലും അവരൊരു സപ്പോർട്ട് നമുക്ക് എപ്പോഴും ആവശ്യമായിരിക്കും. അപ്പോൾ നമുക്ക് അവരെ ഈ നമ്പറിൽ വിളിക്കാം. അപ്പോൾ ഇതുപോലെ അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനത്തെ ബിസിനസ് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ ലിസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊരു ഫ്ലെക്സ്, ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണ് എന്താണ്, ഫ്ലെക്സ് വേണം. അപ്പോൾ നമ്മളൊരു പുതിയ സ്ഥലത്ത് പോയിട്ടൊരു ബിസിനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, അവിടെ ഫ്ലെക്സ് അടിക്കാൻ ഒരു ഷോപ്പ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വേഗം ഗൂഗിൾ എടുത്തിട്ട് ഫ്ലെക്സ് പ്രിൻറ്റിങ്, ഇപ്പം നമുക്ക് അത് ആലപ്പുഴ കൊടുക്കാം. PUZH ഫ്ലെക്സ് പ്രിൻറ്റിങ് ആലപ്പുഴ. ആലപ്പുഴയിലെ ഒരു സ്ഥാപനത്തിൻ്റെ പേരാണ് സൂര്യ സൈൻ ഫ്ലെക്സ് പ്രിൻറ്റിങ്. ഓക്കെ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ബിസിനസ്സിന് നമുക്ക് അതുപോലെ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമ്മളെ ബിസിനസ്സും അത് ഫ്ലെക്സിൻ്റെ അവിടെ ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇത് ഫ്ലെക്സ് മാത്രമല്ല, നമുക്ക് ഏതൊരു ബിസിനസ്സും നമുക്ക് എന്ത് ചെയ്താൽ നമുക്ക് ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഗ്രോത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ബിസിനസ് ആയിക്കോട്ടെ, ഇപ്പോൾ ഞാൻ പറഞ്ഞ ഫ്ലെക്സ് പ്രിൻറ്റിങ് മാത്രം, മൊബൈൽ സർവീസ്, അതുപോലെ മണി ട്രാൻസ്ഫർ നമുക്ക് ഗൂഗിൾ സെർച്ച് ചെയ്യാം, ഫാമിലി കൗൺസിലിംഗ്, മോട്ടിവേഷൻ ക്ലാസ്, ബൈക്ക് വർക്ക്ഷോപ്പ്, ടൂറിസ്റ്റ് ബസ് സർവീസ്, ഒരു കല്യാണ മണ്ഡപം നോക്കണമെങ്കിൽ, ഒരു കൺവെൻഷൻ സെൻറ്റർ വേണമെങ്കിൽ അത്, ഇപ്പോൾ ഒരു കോസ്മെറ്റിക് പ്രോഡക്റ്റ് വേണമെങ്കിൽ അത്, ഹെൽത്ത് ഇൻഷുറൻസ്, വാഹനത്തിന് ഇൻഷുറൻസ്, കാർ ബൈക്ക് ഇൻഷുറൻസ്, അങ്ങനെ എന്തും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ബിസിനസ്സും നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇപ്പം ഞാൻ ഈ കാണിച്ചെന്ന പോലെ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ബിസിനസ് ഗ്രോത്തിലേക്ക് എത്താം. ടെക്നോളജികൾ മാറി, കാലം മാറി. അപ്പം നമ്മുടെ ബിസിനസ്സും അതിനനുസരിച്ച് മാറ്റങ്ങളിലേക്ക് നമുക്ക് കൊണ്ടുവരണം. ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഫുള്ളായിട്ട് തന്നെ കാണണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ് നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് നിങ്ങളിപ്പോൾ തൃശ്ശൂർ ചാലക്കുടി നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം, നിങ്ങളിപ്പോൾ AC സർവീസാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന ബിസിനസ്സോ ആ ബിസിനസ്സിൻ്റെ പേര് കൊടുക്കുക. നിങ്ങൾ AC സർവീസ് നിയർ മീ, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ സർവീസ് നിയർ മീ എന്ന് അടിച്ചാൽ അവിടെയുള്ള ഷോപ്പിൻ്റെ പേരുകൾ മൊത്തം കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ മാത്രമേ ചെയ്യാത്തുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം നഷ്ടം വരുന്നുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇനി ഒരിക്കലും ഒരു നഷ്ടം നിങ്ങൾക്ക് വരാൻ പാടില്ല. നമ്മൾ അറിവില്ലായ്മ കൊണ്ട് കുറേ നഷ്ടങ്ങൾ നമുക്ക് സംഭവിക്കാം. കാലം മാറി, ടെക്നോളജി മാറി. നിങ്ങൾ ബിസിനസ് ഇല്ല, അയ്യോ എനിക്ക് ബിസിനസ് ഇപ്പോൾ കിട്ടുന്നില്ല, അല്ലെങ്കിൽ സർവീസ് കിട്ടുന്നില്ല, ടെൻഷൻ അടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇന്ന് എല്ലാ കാര്യങ്ങളും ഗൂഗിളിലേക്ക് വന്നു. ഈ മൊബൈൽ ആയതുകൊണ്ട് തന്നെ ആർക്കും പോകാൻ സമയമില്ല. ആദ്യമൊക്കെ നമുക്കൊരു വാഹനം വേണം, അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും സർവീസ് വേണമെങ്കിൽ നമ്മൾ വണ്ടി എടുത്തിട്ട് അവരെ ഷോപ്പിൽ പോയി കൊണ്ടുവരണം. എന്നാൽ അതൊന്നും വേണ്ട, ഫോണിൽ വിളിച്ചിട്ട് നമ്മൾ വാട്സപ്പിൽ ലൊക്കേഷൻ അയച്ചാൽ കറക്റ്റ് നമ്മൾ വീട്ടിലേക്ക് ആളെത്തും. ഇപ്പം നമുക്ക് പറയാം, ഫുഡൊക്കെ ഡെലിവറി വരുന്ന കണ്ടിട്ടില്ല ഇതുപോലെ. അപ്പം നിങ്ങൾക്ക് എല്ലാം ഇന്ന് ഏകദേശം എല്ലാ കാര്യങ്ങളും എല്ലാവരും വിരൽത്തുമ്പിലാണ്. അപ്പം നിങ്ങൾ അറിയുന്ന ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഇപ്പോൾ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ബിസിനസ് തന്നെ എന്നില്ല, എന്ത് ബിസിനസ്സും എന്ത് സർവീസും നിങ്ങൾക്ക് ഗൂഗിൾ ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. ഒരു മടിയും കൂടേണ്ട, എല്ലാ കാര്യവും നമ്മൾ പറഞ്ഞു തരുന്നതാണ്. അതുകൊണ്ട് വേറെ എൻ്റെ ബിസിനസ് ഗൂഗിൾ ലിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പല ആളുകളും ചിന്തിക്കും. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്ന ഏത് ബിസിനസ്സും നമുക്ക് ഗൂഗിൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉയർന്നൊരു റെസ്പോൺസിലേക്ക് നമുക്ക് എത്താൻ പറ്റാതെ ഓരോ ബിസിനസ്സിൻ്റെ കാറ്റഗറി അനുസരിച്ചിട്ട് കേട്ടോ. പല ബിസിനസ്സും നമ്മൾ ചെയ്യുന്നുണ്ട്, പല ബിസിനസ്സും നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഓരോ ബിസിനസ്സിനും ഓരോ കാറ്റഗറി ഉണ്ട്. ആ കാറ്റഗറി വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ബിസിനസ് ഗ്രോത്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഞാൻ കൂടുതലായിട്ട് നിങ്ങളെ വെറുപ്പിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സംസാരിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതൊരിക്കലും അറിയാത്ത ഒരുപാട് ആൾക്കാർക്ക് വേണ്ടിയാണ്. അറിയുന്നവരൊക്കെ അവിടെ നിൽക്കട്ടെ, അറിയാത്തവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. എന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. എപ്പോൾ 24/7 എപ്പോൾ വിളിച്ചാലും നമ്മൾ സപ്പോർട്ട് തരുന്നതാണ്. അപ്പോൾ നിങ്ങളെ ബിസിനസ് എല്ലാവരും അറിയപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു വഴി മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലത്തും ടെക്നോളജിക്ക് അനുസരിച്ചും ഇൻ്റർനെറ്റ് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 10 കൊല്ലം മുന്നത്തെ പോലെയല്ല. 10 കൊല്ലം മുന്നേ നിങ്ങൾ ചെയ്ത ജോലിയാണെങ്കിൽ അതിലേറെ ഇരട്ടി ബിസിനസ് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ. ഇനി വേറെ അവസാനം നിങ്ങൾക്ക് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്കൊരു ഇൻ്റർനെറ്റ് സർവീസ്, ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കണം. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു വീടൊക്കെ വാടകയ്ക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഇൻ്റർനെറ്റ് സർവീസ് ഉണ്ട്, നമുക്ക് നമ്പറൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ഒരു എടപ്പള്ളി കൊടുക്കാം. ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ഇടപ്പള്ളി.
അതിൽ കാണിക്കുന്നത് ഏഷ്യാനെറ്റ് ഫൈബർ ബ്രോഡ്ബാൻഡ് എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ഏഷ്യാൻ്റെ കണക്ഷനൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നേരെ ഈ വെബ്സൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു നമ്പർ കാണിക്കും 9447567171. ഇതുണ്ട് എത്ര പെട്ടെന്നല്ലേ നമുക്ക് നമ്പർ കിട്ടിയത്. അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമ്മൾ കഷ്ടപ്പെടണം ഒരു നമ്പർ കിട്ടണമെങ്കിൽ. അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ ബിസിനസ് ഗ്രോത്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഗൂഗിളിൽ ലിസ്റ്റ് ചെയ്യൽ അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം, അപ്പോൾ നമ്മൾ ഒരിക്കലും തരേണ്ട ആവശ്യമില്ല. നേരെ ഗൂഗിൾ എടുത്ത് സെർച്ച് ചെയ്യുമ്പോൾ ഇതേപോലെ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കണമെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചാൽ മതി 9447567171. കണ്ടില്ലേ, ഇപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോഴാണ് നമ്പർ കിട്ടും. ഇനി എക്സാമ്പിൾ ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇപ്പോൾ ഗൂഗിൾ എടുക്കുന്നു. നമ്മളെന്താ ചെയ്തത്, ഗൂഗിൾ എടുത്തിട്ട് നേരെ ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ എടപ്പള്ളി എന്ന് എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഏത് ലൊക്കേഷനിലായാലും കേട്ടോ. ഇപ്പോൾ ഇത് ഇനി കേരളത്തിൽ ഇപ്പോൾ ഇത് ഏഷ്യാനെറ്റ് നമ്മുടെ കേരളത്തിൽ മൊത്തമുള്ള കമ്പനിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ തന്നെ കേരളത്തിൽ എവിടെ വേണമെങ്കിലും അവർ സർവീസ് തരും. ഓക്കെ, ഇതേപോലെ അടിക്കുക. അതുകൊണ്ടോ ഇതേപോലെ വെബ്സൈറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഉണ്ടോ 9447567171 ഈ നമ്പറിലേക്ക് കോൾ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സർവീസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഒരിക്കലും നിങ്ങൾ മടിച്ചിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ഗൂഗിൾ ലിസ്റ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്തെങ്കിൽ ഫുള്ളായിട്ട് 20 മിനിറ്റ് നിങ്ങൾ നഷ്ടം നിങ്ങളുടെ ജീവിതത്തിലെ ബിസിനസ് ടേണിംഗ് പോയിന്റിലേക്ക് എത്തിക്കാനാണ്. ടെൻഷനും മടിയും ഒന്നും കൂടേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾ വിളിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, താങ്ക്